പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 18-ലെ 7th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 11 added to a number give twice another number. 20 added to the second number gives twice the first number. What are the numbers? അപ്പം നമുക്കിതെങ്ങനെ എടുക്കാം? ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ടും സെക്കൻഡ് നമ്പർ വൈ ആയിട്ടുമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളത്. അപ്പം ലെറ്റ് us take ഫസ്റ്റ് നമ്പർ equal to x, second number equal to y. ഇനിയോ 11 added to a number, 11 ഏത് നമ്പറിൻ്റെ ഒന്നിച്ച് എക്സിൻ്റെ ഒന്നിച്ച് ആഡ് ചെയ്താൽ ട്വൈസ് അനദർ നമ്പർ 2y എന്ന് എഴുതാം അല്ലേ. 11 പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് 11 ഈക്വൽ ടു 2y എന്ന് എഴുതാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അറേഞ്ച് ചെയ്യാം. ഞാൻ ഒരു ഭാഗത്ത് നമ്പേഴ്സും മറ്റു ഭാഗത്ത് വേരിയബിൾസും വെക്കുന്നുണ്ട്. അപ്പം എന്ത് വരും? എക്സ് മൈനസ് 2y ഈക്വൽ ടു -11. ഇക്വേഷൻ നമ്പർ 1. എക്സ് മൈനസ് 2y, ഈ 2y ഇങ്ങോട്ട് കൊണ്ടുവരിക, 11 അപ്പുറം കൊണ്ടുപോവുക. അപ്പോൾ എക്സ് മൈനസ് 2y ഈക്വൽ ടു 11 എന്ന് വരും. അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത്? 20 ആഡഡ് ടു സെക്കൻഡ് നമ്പർ ഗീവ്സ് ട്വൈസ് ദി ഫസ്റ്റ് നമ്പർ. അപ്പം 20 പ്ലസ് വൈ ഈക്വൽ ടു 2x. ഇതെന്ത് വരും? 2x മൈനസ് വൈ ഈക്വൽ ടു 20 എന്ന് എഴുതാം അല്ലേ. ഒരു നമ്പറിൻ്റെ ഒന്നിച്ച് 20 ആഡ് ചെയ്യുമ്പം അടുത്ത നമ്പറിൻ്റെ 2 ടൈംസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം 20 പ്ലസ് വൈ ഈക്വൽ ടു 2x. ദെർഫോർ 2x മൈനസ് വൈ ഈക്വൽ ടു 20. നമുക്ക് എന്ത് ചെയ്താൽ ഇതിൻ്റെ ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് 2y ഈക്വൽ ടു -11. അടുത്ത ഇക്വേഷൻ 2x മൈനസ് വൈ ഈക്വൽ ടു 20. ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2. ഫസ്റ്റ് ഇക്വേഷനിൽ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -2, സെക്കൻഡ് ഇക്വേഷനിൽ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആയാൽ മാത്രമേ ആ ഇക്വേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്താക്കണം? ആ വേരിയബിൾസിൻ്റെ, അതായത് ഒന്നെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ആക്കുക, അല്ലെങ്കിൽ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ആക്കുക. ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 1-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 1 എന്താണ്? എക്സ് മൈനസ് 2y ഈക്വൽ ടു 11. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു 2y, അല്ലെങ്കിൽ പ്ലസ് 2 ഇൻറ്റു മൈനസ് 2y, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഈക്വൽ ടു 2 ഇൻറ്റു -11, 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു മൈനസ് 2y എന്ന് പറഞ്ഞാൽ -4y ഈക്വൽ ടു -22. ഇക്വേഷൻ നമ്പർ 3 ആക്കാം. ഇനി എന്ത് ചെയ്യുക? ഇനി നമുക്ക് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കാം. എന്താണ്? 2x. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 2-ഉം ഇക്വേഷൻ നമ്പർ 3-യും വെച്ചിട്ട് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് ഒരു വേരിയബിൾ റെഡ്യൂസ് ചെയ്ത് കിട്ടും, മറ്റു വേരിയബിളിൻ്റെ ആൻസർ കിട്ടും. അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടി. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നുള്ളത്? ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 3. ഞാൻ ഇക്വേഷൻ നമ്പർ 2-ൽ നിന്നും ഇക്വേഷൻ നമ്പർ 3 മൈനസ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്താണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്? 2x മൈനസ് വൈ അല്ലേ. അപ്പം നമുക്ക് എന്താ എഴുതാം? 2x മൈനസ് വൈ മൈനസ് ഓഫ് എന്താണ് ഇക്വേഷൻ നമ്പർ 3? 2x മൈനസ് 4y അല്ലേ, ഈക്വൽ ടു 20 മൈനസ് ഓഫ് -22. ക്ലിയർ അല്ലേ? 2x മൈനസ് വൈ മൈനസ് 2x അല്ലേ. ഈ മൈനസ് കൊണ്ട് 2xനെ മൾട്ടിപ്ലൈ ചെയ്താൽ -2x, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4y ഈക്വൽ ടു 20 മൈനസ് ഓഫ് -22 എന്ന് പറഞ്ഞാൽ +22 ആണ്. 2x -2x 0 ആയിട്ട് പോയി അല്ലേ. പിന്നെന്താ? -y പ്ലസ് 4y. അപ്പോൾ എത്രയായിരിക്കും? 4 മൈനസ് 1 അപ്പോൾ 3 അല്ലേ. അപ്പോൾ വലിയ നമ്പർ 3y ഈക്വൽ ടു 42. which implies y equal to 42 divided by 3. 42 divided by 3 എത്രയാണ്? 4-ൽ 3 1 times, 12-ൽ 4 times. അപ്പോൾ ആൻസർ 14. ഇവിടെ 42 divided by 3 എന്ന് പറഞ്ഞാൽ ആൻസർ 14 ആണ്. y equal to 14
ഇൻ ഇക്വേഷൻ 1 കൊടുക്കുക അല്ലേ. y ഈക്വൽ ടു 14 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്തായിരുന്നു? എക്സ് മൈനസ് 2 ഇൻറ്റു 14 ഈക്വൽ ടു -11 ആണ്. എക്സ് മൈനസ് 28 ഈക്വൽ ടു -11. എക്സ് ഈക്വൽ ടു -11 പ്ലസ് 28. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? -11 പ്ലസ് 28 17 ആണ്. എത്രയാണ്? 11 അല്ല 17. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, വൈൻ്റെ വാല്യൂ കിട്ടി അല്ലേ. നമുക്ക് ജസ്റ്റ് എടുത്ത് എഴുതാം. ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു 17, സെക്കൻഡ് നമ്പർ ഈക്വൽ ടു 14. ക്ലിയർ അല്ലേ? ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.